വെഞ്ഞാറമൂട് ടാക്കീസ് ഇതുവരെ 8ഓളം ഷോർട്ട് ഫിലിമുകൾ പുറത്തിറക്കി. ഒട്ടനവധി കലാകാരന്മാർക്ക് അവസരം കൊടുത്തു. ഷോർട്ട് ഫിലിമുകളുടെ തുടക്കം കുറിച്ച വെഞ്ഞാറമൂട് ടാക്കീസിന്റെ ഇന്നിവിടെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. വെഞ്ഞാറമൂട് ടാക്കീസിന്റെ സിനിമ, ഒരു ബിഗ് സ്ക്രീൻ സിനിമ ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. വെഞ്ഞാറമൂട് ടാക്കീസ് എന്ന പേര് നിർദ്ദേശിച്ച പ്രിയപ്പെട്ട ശ്രീ ദിലീപ് വേദിക ഉദ്ഘാടന വേളയിൽ പറഞ്ഞ ഒരു വാക്ക് ഈ അവസരത്തിൽ വളരെയധികം സ്നേഹത്തോടു കൂടി നമ്മൾ ഓർക്കുകയാണ്. ഞാൻ കൈവച്ച സംരംഭങ്ങളൊന്നും ഇന്നിവരെ പാഴായി പോയിട്ടില്ല എന്ന് അദ്ദേഹം ആ അവസരത്തിൽ പറയുകയുണ്ടായി. ആ സമയത്ത് നമ്മൾ അതിനെ ഒരു ചെറു പുഞ്ചിരിയോട് വേടിക്കായിട്ട് നിരസ്കരിച്ചുവെങ്കിലും പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സത്യമായി കൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തുന്നത്. വെഞ്ഞാറമൂട് ടാക്കീസിന്റെ ബാനറിൽ ആദ്യമായ ഒരു ബിഗ് ബജറ്റ് ചിത്രം ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഈ സിനിമയുടെ അണിയറയിലും അരങ്ങത്തും പ്രവർത്തിച്ച വെഞ്ഞാറമൂട് ടാക്കീസിന്റെ അമരക്കാരനായ ശ്രീ മുകേഷ് ചുള്ളാളത്തിനെ സിനിമയെക്കുറിച്ചും വെഞ്ഞാറമൂട് ടാക്കീസിനെ കുറിച്ചും സംസാരിക്കുവാനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ മറ്റ് അണിയറ പ്രവർത്തകരെയും ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം വെഞ്ഞാറമൂട് ഭാഗത്ത് ഒരു ആഗ്രഹങ്ങൾ കൊണ്ടുവന്ന കുറെ കലാകാരന്മാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ സിനിമ. എന്നോടൊപ്പം വെഞ്ഞാറമൂട് ടാക്കീസിന്റെ സ്ഥാപകരായ 2 വ്യക്തികൾ കൂടിയുണ്ട്. സൂര്യകൃഷ്ണനുണ്ട്. സൂര്യകൃഷ്ണൻ ഇപ്പൊ തെലുങ്ക് സിനിമയില് ഹൈദരാബാദിലാണ് എത്തിച്ചേരാത്തത്. ഷൈജു ഇന്നലെ ദുബായിക്ക് പോയി. അപ്പൊ ഞാൻ മാത്രമാണ് ഈ വേദിയിലുള്ളത്. സിനിമയെ കുറിച്ച് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അനീഷേട്ടനോടാണ്. അനീഷ് തിരങ്കീഴ്, നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് രവി, നമ്മുടെ ചെറിയ ടീമിനോടൊപ്പം ചേർന്ന വലിയൊരു മഹാനടൻ. കാരണം അദ്ദേഹത്തെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല. എന്റെ കുട്ടിക്കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് ദൂരദർശൻ എന്ന ചാനലിലൂടെ നമുക്ക് പരിചയപ്പെട്ട് നമ്മളോടൊപ്പം അദ്ദേഹവും ഇപ്പോൾ നിറസാന്നിധ്യമായി അളിയൻസ് എന്ന പ്രോഗ്രാമിലൂടെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അദ്ദേഹം ഇപ്പോഴും ഫാനാണ്. സത്യം പറഞ്ഞാല് അദ്ദേഹം ഒരു അഭിനേതാവ് മാത്രമല്ല, നല്ല ഡാൻസറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഗായകനാണ്, അഭിനേതാവാണ്. എല്ലാ മേഖലകളിലും ഷോർട്ട് ഫിലിം, സിനിമ, ബാലെ, നാടകം അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം വെഞ്ഞാറമൂട് ടാക്കീസ് ചേർന്നപ്പോൾ നല്ലൊരു സിനിമ പിറവിയെടുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക. എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇതിലൂടെ നിറവേറ്റുകയാണ്. കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സിനിമയെ കുറിച്ച് നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നന്ദി, നമസ്കാരം. എന്തുകൊണ്ടും മീനമാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ സിനിമയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ സിനിമയുടെ സംവിധായകനാണ്. നമ്മുടെ ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ വിഷ്ണു വെഞ്ഞാറമൂടാണ്. ഒട്ടനവധി ഷോർട്ട് ഫിലിമുകൾ വളരെ മനോഹരമായി സംവിധാനം നിർവഹിച്ച് മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീ വിഷ്ണു വെഞ്ഞാറമൂടിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് നയിച്ച് കൈമാറുകയാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ പ്രവേശനം വരുമെന്ന്. അപ്പൊ എന്തായാലും ഞങ്ങളെ കൊണ്ടുപോലെ ഒരു വലിയ സിനിമ, ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിം അല്ല, ഒരു ഹോം മൂവിയാണ് ഞങ്ങൾ ഒരിക്കലും ചെയ്തത്. അപ്പം ഒരുപാട് പേരുടെ ഒരു 2-3 ഏകദേശം 4-5 മാസത്തെ പ്രയത്നമാണ് ഇത്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. കണ്ടിട്ട് കാര്യങ്ങൾ പറയണം. നമ്മുടെ ഈ സിനിമയുടെ നായക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരനായ ശ്രീ അനീഷ് ചിറങ്കീഴാണ്. പ്രത്യേകം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം വളരെ സുപരിചിതനാണ് അദ്ദേഹം. ഒട്ടനവധി ടെലിവിഷൻ പരമ്പരകളിലൂടെയും സീരിയലുകളിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും എല്ലാം നമുക്ക് സുപരിചിതനാണ് അദ്ദേഹം. നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം സിനിമയാക്കിയ സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ റോൾ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു ഡാൻസ് കൂടിയാണ്. നമ്മൾ ഈ റിയാലിറ്റി ഷോയിൽ കാണുന്ന സമയത്ത് ഈ അടുത്തിടെയുണ്ടായ ഒരു റിയാലിറ്റി ഷോയിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ക്ലാസിക്കൽ ഡാൻസ് അന്ന് അദ്ദേഹം അതിന് പറയേണ്ടായി. 4 വർഷത്തോളം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും തന്റെ കഴിവ് തെളിയിച്ച ഒരു സർവ്വകല വല്ലഭനാണ് നമ്മുടെ സിനിമയുടെ നായിക കഥാപാത്രം ചെയ്യുന്നത് ശ്രീ അനീഷ് ചിറങ്കീഴിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം.
വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ മൈക്കിൻ്റെ ആവശ്യമില്ല. കാരണം ഉയർത്ത ശബ്ദം കൂടുതലുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയും മാത്രമാണ് ഉള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണിത്. വെഞ്ഞാറമൂട് ഗ്രാമത്തിലെ 2 ചെറുപ്പക്കാർ ഒരു ദിവസം എന്നെ കാണാൻ വരികയാണ്. വിഷ്ണുവും മുകേഷും കൂടി വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ ഒരു സിനിമയുണ്ട്, അണ്ണൻ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളൊന്ന് നോക്കട്ടെ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന ഒരു സിനിമയാണ്, കൊച്ചു സിനിമ. എനിക്ക് തോന്നുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവരും അവരുടേതായ രീതിയിൽ വളരെ കോപ്പറേറ്റ് ചെയ്ത് പോയൊരു സിനിമയാണത്, കുഞ്ഞു സിനിമ. ഏറ്റവും ഇവിടെ എടുത്ത് ഇപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ കൂട്ടത്തിന് എടുത്ത് പറയേണ്ട ഒരാൾ ഡോക്ടർ സുകേഷ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾക്ക് വരികൾ എഴുതിയ, ഗാനങ്ങൾക്ക് വരികൾ എഴുതിയ അദ്ദേഹം ഞങ്ങളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജി വേണുഗോപാലിൻ്റെ മകൻ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അവരുടെ സ്നേഹവും സന്തോഷവും ഇഷ്ടവും ഒക്കെ പങ്കുചേർന്ന് പോകുന്നു. ഒരു പുതിയ നമ്മുടെ നാട്ടിലെ കലാകാരി ശരണ്യാണ് അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ പിന്നെ ഈ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ സിനിമ, കുഞ്ഞു സിനിമ, ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല, ഒരുപാട് പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നടക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം, നിങ്ങളെല്ലാം വന്നല്ലോ, അത് മതി, അത് മാത്രം മതി. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് തെറ്റുപറ്റുകളുണ്ടാവാം, ഒക്കെ ക്ഷമിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ് ആൾ. എൻ്റെ പേര് ശരണ്യ എന്നാണ്. പിന്നെ നമ്മുടെ വെഞ്ഞാറമൂട് ടോക്കീസിൻ്റെ ഒരു പുതിയ ഫിലിമിലേക്ക് അഭിനയിക്കാൻ അവസരം നൽകിയ നമ്മുടെ മുകേഷനും വിഷ്ണുവിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ അനീഷേട്ടനെ പോലെയുള്ള ഒരു വലിയ കലാകാരൻ്റെ നായികയായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സോങ്ങിന്റെ ലിറിക്സ് എഴുതിയ ഡോക്ടർ സുകേഷ്, അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ മനോഹരമായി ഇത്രയും ഭംഗിയുള്ളൊരു സോങ് ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രചിച്ചതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമസ്കാരം വെഞ്ഞാറമൂടിലെ പ്രിയപ്പെട്ട സ്നേഹിതരെ, സുഹൃത്തുക്കളെ. ഇങ്ങനെയൊരു സിനിമ എഴുതുവാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് വെഞ്ഞാറമൂട് ടാക്കീസിന് വേണ്ടി ഞാൻ എഴുതുന്ന 2ാമത്തെ സ്ക്രിപ്റ്റാണ്. ആദ്യത്തത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തൂക്കുകാർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അതിനുശേഷമാണ് എന്നെ ഇതിൻ്റെ പ്രിയപ്പെട്ട അമരക്കാരൻ ശ്രീ മുകേഷ് ഒരു ദിവസം വിളിക്കുന്നതും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും. അങ്ങനെ ഒരു രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മുകേഷ് പറഞ്ഞ എങ്ങനെയാണ്, വേങ്കപുര ക്ഷേത്രത്തെ കുറിച്ച് ഒരു 5 മിനിറ്റിന്റെ ഒരു കഥ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു ക്രിസ്ത്യനാണ്, ജാതികളല്ല. വേങ്കപുര ക്ഷേത്രത്തെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, 5 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്. അപ്പോൾ സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു, വളരെ വിനയപൂർവ്വം പറഞ്ഞു, വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ്. പക്ഷേ മുകേഷനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, നമുക്ക് ക്ഷേത്രത്തിലൊന്ന് ഒരു ദിവസം പോകാം, പോയതിനു ശേഷം നമുക്ക് ആലോചിക്കാം വേണോ വേണ്ട എന്നുള്ളത്. ചേട്ടന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അരുണുമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ വരികയും ആ ക്ഷേത്രത്തിൽ ഞാൻ തൊഴുത് ഇറങ്ങി നമ്മൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് മനസ്സിൽ ഇതിന്റെ ടൈറ്റിൽ വരെ വരികയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിനൊരു പേരിട്ടത് മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമ തുടക്കം കൊടുക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, അതൊരു സസ്പെൻസ് ആണ്. അത് എഴുതിയത് ശരിക്കും വേങ്കവൽ അമ്മ തന്നെയാണ്. അമ്മ പറഞ്ഞു, ഞാൻ എഴുതി, അത് മുകേഷ് നിർമ്മിച്ചു, അനീഷേട്ടൻ അഭിനയിച്ചു, വിഷ്ണു സംവിധാനം ചെയ്തു, നമ്മളെല്ലാവരും അത് ഏറ്റെടുക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സിനിമയുടെ കാര്യം എന്നോട് സംസാരിക്കും, എന്നോട് ചോദിച്ചു, ഞങ്ങൾ ചില ഈ OTT സിനിമകൾക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ നേരത്തെ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉടനെ നടക്കാത്ത പടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ അന്ന് ബാന്ദ്ര സിനിമയിലെ നക്ഷത്ര സന്തോഷ് പാടിയിരിക്കുന്ന സമയം, അപ്പോൾ നക്ഷത്രയുടെ ഒരു പാട്ട് ഞാൻ അനീഷിലേക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഇത് നല്ലൊരു പാട്ടാണ്, ഒരു ലേഡി സോങ് ആണ്, ഇത് പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ അത് പറഞ്ഞ ഉടനെ ഒരു അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ സംഗീത സംവിധാനം എന്നെ വിളിച്ച് പറഞ്ഞു, ആ പാട്ട് കൊടുക്കാൻ പറ്റില്ല, അതിപ്പോൾ OTT മറ്റൊരു പടത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ചെയ്തൊരു പാട്ട്, ചെയ്തു വെച്ചിരിക്കുന്നൊരു പാട്ട്, അത് എന്ത് സിറ്റുവേഷൻ എന്ന് പോലും അലീഷ എന്നോട് പറയുന്നില്ല ഈ സിനിമയുടെ, എനിക്കും അറിയില്ല. അപ്പോൾ ഞാൻ 2ാമത്തെ പാട്ട് അയച്ചു, കാര്യങ്ങൾ വേണുപോലെ പാടി വെച്ചൊരു പാട്ടാണ്. അത് പാടി ഒരു 5 മിനിറ്റ് മെസ്സേജ് പെർഫെക്റ്റ് ആണ് ഡോക്ടറെ, ഇത് ഞങ്ങളുടെ സിനിമാ സിറ്റുവേഷന് പറ്റിയതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ആ പാട്ട് കാണുന്ന ട്രെയിലറിലാണ് ഞാൻ ഞെട്ടി. ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ആ ഒരു
ഒരു സാഡ് സീക്വൻസ്, അതൊരു പ്രണയ സോങ് ആണ്, പക്ഷെ അതിലൊരു സാഡ് സീക്വൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഒരു വൈകാരിക മുഹൂർത്തത്തിന് ഏറ്റവും ചേർന്നൊരു പാട്ട്, അതിന്റെ വരികൾ എനിക്ക് എഴുതാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.